ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് പച്ചരിയും ഉരുളക്കിഴങ്ങും കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു കിടിലൻ സ്നാക്കാണ് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ. അതിനായിട്ട് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിവിടെ 3 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. 3 മണിക്കൂറിന് ശേഷം ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തിക്ക് ബാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി അതിലേക്ക് 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ വേവിച്ചിട്ട് തണുപ്പിച്ചെടുത്തുള്ളതാണ്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതുപോലെ തിക്ക് ബാറ്ററായിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കണം. ഇനി മിക്സർ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അടിക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ കുറച്ച് തിക്കാവും. അപ്പൊ വെള്ളം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ചെറിയ പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലെക്സ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, മക്കൾക്ക് ഇഷ്ടപ്പെടില്ല എല്ലാം കാണുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല, നമുക്കിപ്പോൾ തന്നെ അത് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വരണം. ചൂടായതിനു ശേഷമാണ് ഇത് നമ്മൾ ഓരോ ടീസ്പൂൺ വീതം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ കോരി എടുക്കാൻ നേരത്ത് ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ നല്ല ചൂടിന് വേണ്ടിയിട്ടാണ് കോരി എടുക്കാൻ നേരത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുന്നത്. ഇത് ഒഴിച്ചതിന് ശേഷം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടുന്ന ഒരു സ്നാക്കാണ് ഇട്ടത്. അപ്പൊ നല്ല ഡാർക്ക് കളർ ആവാൻ നിൽക്കരുത്. ഇതുപോലെ ഒരു കളർ ആയി കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പൊ ആദ്യത്തെ ബാച്ച് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അരി കുതിർക്കേണ്ട ഒരു സമയം മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരികയാണെങ്കിൽ അവർക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങിന്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കിയതൊക്കെ. അതുകൊണ്ട് ഇതിനും അതിന്റെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കിടിലും ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നമുക്ക് ചട്നിയുടെ കൂടെ കഴിക്കാം കേട്ടോ. ചട്നിയും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സോസാണ് കേട്ടോ. കുട്ടികൾക്ക് ചട്നിയേക്കാളും ഇഷ്ടം സോസാണ്. അതുകൊണ്ട് ഞാനിവിടെ സോസ് കൂട്ടിയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പച്ചരിയും ഉരുളക്കിഴങ്ങും കൊണ്ട് തയ്യാറാക്കിയ ഈ ഒരു കിടിലൻ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്